നമസ്കാരം. കൊച്ചിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതിയെ പീഡനത്തിനിരയാക്കിയ തൃശൂർ സ്വദേശിയായ നർത്തകനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം. തൃശൂർ സ്വദേശിയായ നർത്തകനിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. റോഡിലേക്ക് വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആമസോൺ കവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ 5-ാം നിലയിൽ താമസിക്കുന്ന യുവതിയെ കുടുക്കിയത്. കുഞ്ഞിനെ പൊതിഞ്ഞ ആമസോൺ കവറിന്റെ QR കോഡ് സ്കാൻ ചെയ്താണ് ഏത് ഫ്ളാറ്റാണെന്ന് തിരിച്ചറിഞ്ഞത്. പോലീസ് എത്തുമ്പോഴേക്കും ക്ഷീണിതയായിരുന്ന യുവതി മാനസികമായി തളർന്ന നിലയിലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് യുവതി ഡിസ്ചാർജ് ആയതിനു ശേഷമാകും വിശദമായ മൊഴിയെടുക്കുക. ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്നാണ് കുഞ്ഞിന്റെ ശരീരം റോഡിൽ പതിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതിനാണ് 23-കാരിയായ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ അവിവാഹിതയായ യുവതി ആരിൽ നിന്ന് ഗർഭിണിയായി എന്നതിലായിരുന്നു പോലീസിന്റെ തുടരന്വേഷണം. ഇൻസ്റ്റഗ്രാം റീലുകൾ ചെയ്തിരുന്ന യുവതി അങ്ങനെയാണ് തൃശൂർ സ്വദേശിയായ നർത്തകനുമായി പരിചയപ്പെട്ടത്. ഇയാളിൽ നിന്ന് ഗർഭിണിയായി എന്നും എന്നാൽ കുറേ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഇല്ലെന്നുമാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. ഇതിനാലാണ് ബലാത്സംഗത്തിന് കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചത്. വർഷങ്ങളായി ഫ്ളാറ്റിൽ താമസിക്കുന്ന യുവതിയും മാതാപിതാക്കളെയും പുറത്തു കണ്ടിരുന്നെന്നും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ലെന്നുമാണ് മറ്റ് താമസക്കാരും ഫ്ളാറ്റ് ജീവനക്കാരും പറയുന്നത്. നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. തലയോട്ടിക്കുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കീഴ്ത്താടിക്കും പരിക്കേറ്റിട്ടുണ്ട്. മുറിക്കുള്ളിൽ വെച്ചാണ് റോഡിൽ വീണതിനെ തുടർന്നാണ് മരണകാരണമായ പരിക്ക് തലയോട്ടിക്കുണ്ടായതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കുഞ്ഞിന്റെ ശരീരത്തിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊലക്കുറ്റം ചുമത്തി കേസെടുത്ത അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ പ്രസവിച്ച യുവതി എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവതി ബലാത്സംഗത്തിന് ഇരയായതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിജീവിത ഗർഭിണിയാണെന്നതും പ്രസവിച്ചതും മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്നതും പോലീസ് വ്യക്തമാക്കി. യുവതിയെ പീഡിപ്പിച്ചെന്ന് കരുതുന്ന ആളിനെ തിരിച്ചറിഞ്ഞെന്നും ഇയാൾ നിരീക്ഷണത്തിലാണെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. രാവിലെ 8:20ഓടെയാണ് പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് മൃതദേഹം വലിച്ചെറിഞ്ഞതെന്ന് പോലീസ് കണ്ടെത്തിയത്. പോലീസ് ഫ്ളാറ്റിലെത്തി ചോദ്യം ചെയ്യുന്നതുവരെ തങ്ങളുടെ മകളാണ് ഇത് ചെയ്തതെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പെൺകുട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വല്ലാത്ത നടുക്കത്തിലാണ് പെൺകുട്ടിയെന്നും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമേ പൂർണ്ണമായ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ അറസ്റ്റിലായ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായതായി വെളിപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് ഈ കേസിലും അന്വേഷണം ഊർജിതമാക്കി. സമീപവാസിയായ ജിതിൻ ഷിപ്പ്യാർഡിലെ സ്കൂളിൽ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത്. ഒരു വാഹനം അവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോയെന്നും അത് കടന്നു പോകാൻ തന്റെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കുഞ്ഞും കൊറിയർ പാക്കറ്റും കിടക്കുന്നത് കണ്ടതെന്നും ജിതിൻ പറയുന്നു. ഉടൻ പോലീസിനെ വിളിച്ചു. 8:45ഓടെ പോലീസും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തി. പ്രഭാത നടപ്പുകാരും അത്യാവശ്യം ഗതാഗത തിരക്കുമുള്ള റോഡാണിത്. എന്നാൽ അവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് 8 മണിയോട് അടുപ്പിച്ചായിരിക്കാം സംഭവം എന്ന് പോലീസ് കണക്കൂട്ടിയിരുന്നു. ഇതിനിടെ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണി പൈനത്തുറയും സ്ഥലത്തെത്തി. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വേഗം തുമ്പുണ്ടാകാൻ കാരണം. സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ പടർന്നു നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ എന്തോ റോഡിലേക്ക് വീഴുന്നതാണ് ആദ്യം ദൃശ്യത്തിലുണ്ടായിരുന്നത്. 8:11 ഇത്. ഇതോടെ അപ്പാർട്ട്മെന്റിലെ ഏതോ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് സംശയമുയർന്നു. 7 നിലകളുള്ള അപ്പാർട്ട്മെന്റിന്റെ റോഡിലേക്ക് തുറക്കുന്ന ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി. എന്നാൽ കാര്യമായ തെളിവുകളൊന്നും ലഭ്യമായില്ല. ഇതിനിടെ രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ വാഹനത്തെപ്പറ്റിയും അന്വേഷണം തുടങ്ങി. MLA-മാരായ TJ വിനോദ്, ഉമാ തോമസ് തുടങ്ങിയവരും ഇതിനിടെ സ്ഥലത്തെത്തി. DCP K സുദർശന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. പോലീസും ഫോറൻസിക് ടീമും ഇൻക്വസ്റ്റ് നടപടികൾ തുടരവെ സിറ്റി പോലീസ് കമ്മീഷണർ S ശ്യാംസുന്ദരം സ്ഥലത്തെത്തി. വൈകാതെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി വിവരം ലഭിച്ചു. പോലീസ് കേസിൽ പ്രതിയെ കണ്ടെത്തിയെന്ന് ഇതോടെ വ്യക്തമായി. ഇതിനിടെ യുവതിയുടെ ആരോഗ്യനിലയിൽ ഉമാ തോമസ് ആശങ്ക പ്രകടിപ്പിക്കുകയും വൈദ്യ ശുശ്രൂഷ നൽകുന്ന കാര്യം പോലീസുമായി സംസാരിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12:50 കമ്മീഷണർ പുറത്തുവന്ന് റോഡിൽ കുഞ്ഞു വന്ന് വീണ സ്ഥലം പരിശോധിച്ചു. ശേഷം മാധ്യമങ്ങളോട് കേസിനെക്കുറിച്ചും വ്യക്തമാക്കി.